ഓവറോൾ മാർക്കറ്റിൽ ഇന്ന് ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അറൌണ്ട് 25,145. സോ 25,150ക്ക് താഴെയാണ് നിഫ്റ്റി കറന്റ് ക്ലോസിംഗ്. നിഫ്റ്റിയുടെ നെക്സ്റ്റ് മേജർ ലെവൽ ഓഫ് സപ്പോർട്ട് വരുന്നത് 25,000 ആയിരിക്കും. സോ ടോപ്പ് 3 റീസൺസ് ഫോൾ എന്നുള്ളത് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു എക്സ്പയറി ഡേ ആയിരുന്നു. അതേപോലെ തന്നെ US ചൈന ടെൻഷൻസ് ആൻഡ് FISന്റെ ഒരു സെല്ലിംഗ് പ്രഷർ. ഓവറോൾ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറും ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ഏറ്റവും കൂടുതൽ സ്ട്രോങ് സെൽ ഓഫ് ഉണ്ടായത് PSU ബാങ്കിലാണ്. ബ്രോഡർ ഇൻഡെക്സ് എല്ലാം തന്നെ നെഗറ്റീവ് ആണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ഡൽഹി വെറി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സിലും നമ്മുടെ സെല്ലിംഗ് ലെവലാണ് ആക്റ്റീവ് ആയത്. സോ ഡൽഹി വെറി ഇതേപോലെ തന്നെ ബൈങ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. സെല്ലിംഗ് ലെവൽ 470 ലെവൽ ബ്രേക്ക് ചെയ്തു. ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 4 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരുന്നു പറഞ്ഞത്. LIC ഹൗസിംഗ് ഫിനാൻസ്, LIC ഹൗസിംഗിൽ ഒരു സ്ട്രോങ് സെൽ ഓഫ് തന്നെയായിരുന്നു. സോ 569 നമ്മുടെ സെല്ലിംഗ് ലെവലായിരുന്നു. 569 ബ്രേക്ക് ചെയ്തു. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ക്ലിയർലി ഒരു സ്ട്രോങ് റിജക്ഷൻ ഫ്രം ദ ട്രെൻഡ് ലൈൻ. ഓറോ ഫാർമ, ഓറോ ഫാർമയിലും സെല്ലിംഗ് ലെവലിനാണ് ആക്റ്റീവ് ആയത്. 1120 ലെവൽ ബ്രേക്ക് ചെയ്തു. ടാർഗറ്റ് 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് ഓറോ ഫാർമയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ്, പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ്. സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ്. ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം, അതേപോലെ പവർ ഓഫ് പാറ്റേൺ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി, മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ്, 52 വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി, OHL PRB ഇൻട്രാഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ. ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ. ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും. സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും 3 മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ്. സോ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ട്രേഡിംഗ് മൈൻഡ് സെറ്റ്, സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണിത്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പിലായിരുന്നു. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു സെൽ ഓഫ് ആയിരുന്നു. നമ്മുടെ ലെവലിന് എബോവ് ആണ് ഓപ്പൺ ചെയ്തത്. നമ്മുടെ എൻട്രി ഇവിടെ ആക്റ്റീവ് ആയിരുന്നില്ല. DLF ക്ലിയർലി ഒരു സൈഡ് വേസ് മൂവ് ആയിരുന്നു. DLF നമ്മൾ ബൈങ് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ സെല്ലിംഗ് ലെവൽ ബ്രേക്ക് ചെയ്തു 738. സോ കംപ്ലീറ്റ്ലി ഒരു സൈഡ് വേസ് മൊമെന്റം ആയിരുന്നു DLFൽ കാണാൻ സാധിച്ചത്. സോ നാളത്തേക്കുള്ള സ്ട്രിംഗ് പീക്ക് ഏതാണെന്ന് നോക്കാം. പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. LTP is greater than R2. ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിന്റെ PE ആൻഡ് P പ്രൈസ് ടു ബുക്ക് വാല്യൂ രണ്ടും നോക്കുകയാണെങ്കിൽ ഒരു ബൈ സോണിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. മിഡ് റേഞ്ച് പെർഫോമർ ആണ്. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് വിത്ത് അപ്കമിംഗ് റിസൾട്ട് വിച്ച് ആർ സീയിങ് പോസിറ്റീവ് ഷിഫ്റ്റ് ഇൻ ദ ഷെയർ പ്രൈസ്. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കും കൂടിയാണ്. ലോ ഡെപ്റ്റ് ആണ്. ക്യാഷ് ഫ്ലോ കമ്പനിയുടെ ഇംപ്രൂവ് ആവുന്നുണ്ട്. ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. 0 പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ്. RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്. ഹൈ വോളിയം ഹൈ ഗെയിൻ ആണ് ഈ ഒരു സ്റ്റോക്കിൽ. സോ ഇതിന്റെ DVM സ്കോർ നോക്കാം. DVM സ്കോർ നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. 75 ആണ് ഇതിന്റെ ഡ്യൂറബിലിറ്റി സ്കോർ. വാല്യുവേഷൻ ഒരു മീഡിയം വാല്യുവേഷൻ. മൊമെന്റം 40 ആണ്. സോ മൊമെന്റം ഇതിൽ ഇംപ്രൂവ് ആവുന്നുണ്ട്. നല്ലൊരു ഫോളിന് ശേഷം ഈ ഒരു സ്റ്റോക്കിലെ ഒരു റിവേഴ്സലാണ്. സ്റ്റോക്കിന്റെ പേര് സോന BLW പ്രിസിഷൻ ഫോർജിങ്. ഇൻഡസ്ട്രി വരുന്നത് ഓട്ടോ പാർട്സ് ആൻഡ് എക്യുപ്മെന്റ് ആണ്. സോ സോന കോംസിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 452. ഇന്ന് ഹ്യൂജ് വോളിയം ആയിരുന്നു. 8 മില്യൺ വോളിയം ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ ഇന്ന്. സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. സോന കോംസ് കൗൺസിൽ പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. മാർക്കറ്റ് വീക്ക് ആണെങ്കിലും സോന കോംസ് അറൌണ്ട് 4% ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്.
കറന്റ് ക്ലോസിംഗ് ഇതിന്റെ 452 ആണ്, കറന്റ് 452.8 ആണ് ക്ലോസിംഗ് പ്രൈസ്. രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം, 470 ആൻഡ് 489. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 430 ആണ്. 430 ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്, ഇൻട്രാഡേ ബേസിസിലല്ല. സോ ആസ് ഓഫ് നൗ ഈ ഒരു സ്ട്രക്ചർ ചെയ്യുന്ന നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ്, ഫോളിംഗ് വെഡ്ജ് ഫോർമേഷൻ എന്നാണ് ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. വോളിയം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹൈ വോളിയം ഈ ഒരു സ്റ്റോക്കിലുണ്ട്. സോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. ഇൻട്രാഡേ സ്റ്റോക്സ് പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് LT ഫുഡ്സ്. LT ഫുഡ്സിലും ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായിരുന്നത്. LT ഫുഡ്സ് നോക്കുകയാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഡേയ്സിന്റെ റെസിസ്റ്റൻസ് ലെവലിലാണ് ആസ് ഓഫ് നോ ട്രേഡ് ചെയ്യുന്നത്. 410 ഇതിന്റെ ബ്രേക്ക് ഔട്ട് ലെവലായിരിക്കും. 410 ബ്രേക്ക് ചെയ്താൽ 4 പോയിന്റ്സ്, 4 പോയിന്റ് ടാർഗറ്റ്. 402 ആയിരിക്കും ഇതിന്റെ സെല്ലിംഗ് ലെവൽ. 402 ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, 4 പോയിന്റ്സിന്റെ ടാർഗറ്റ് LT ഫുഡ്സിൽ. നെക്സ്റ്റ് വൺ ഈസ് സാരിഗമ ഇന്ത്യ. സാരിഗമ ഇന്ത്യ എക്സാക്ട്ലി ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈനിലെ സപ്പോർട്ട് ലെവലിലാണ്. സോ ട്രെൻഡ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം 18 സെപ്റ്റംബർ. സോ 18 സെപ്റ്റംബർ മുതൽ സ്ട്രോങ് ലെവൽ ഓഫ് ട്രെൻഡ് ലൈൻ ആണ്. മൾട്ടിപ്പിൾ ടൈംസ് ഇവിടുന്ന് റിയാക്ഷൻസ് കാണാൻ സാധിക്കും. സോ 463 ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. 463 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 457 ആണ്. 457 ബ്രേക്ക് ആയാൽ 4 പോയിന്റ്സ് ടാർഗറ്റ് ആയിരിക്കും സാരിഗമ. നെക്സ്റ്റ് വൺ ഈസ് ഉഷ മാർട്ടിൻ ലിമിറ്റഡ്. സോ ഉഷ മാർട്ടിനിൽ നല്ലൊരു സ്ട്രോങ് മൊമെന്റം ആയിരുന്നു. ആസ് ഓഫ് നൗ ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. സോ 488 ബ്രേക്ക് ഔട്ട് ലെവലായിരിക്കും. 488 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 പോയിന്റിന്റെ ടാർഗറ്റ്, 493 വരെ ടാർഗറ്റ് ആയിരിക്കും ഉഷ മാർട്ടിൻ. ഷോർട്ടിംഗ് 470 ലെവലാണ്. 470 ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. 465 ആയിരിക്കും ടാർഗറ്റ് സെല്ലിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ജൂബിലിയൻ ഇൻഗ്രേവിയയില് മൾട്ടിപ്പിൾ ടൈംസ് റിയാക്ട് ചെയ്ത ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. സോ 723 ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യാം. 723 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ 707 ആണ്. 707 ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, 700 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഇൻട്രാഡേ പിക്സ് ലാസ്റ്റ് വൺ ഈസ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ്. റീസെന്റ് നല്ലൊരു ഫോളിന് ശേഷം ഒരു റിവേഴ്സൽ അറ്റംപ്റ്റ് ആണ്. സോ 1071 ബ്രേക്ക് ചെയ്താൽ ഫർദർ മൂവ് ഇതിൽ പ്രതീക്ഷിക്കാം. 1071.5 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ടാർഗറ്റ് 10 പോയിന്റ്സ്, 10 പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ 1048 ആണ്. 1048 ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.